സദസ്സിനെ നമസ്കാരം. എനിക്കിന്നിവിടെ പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയമാണ് അച്ചടക്കവും ജീവിത വിജയവും എന്നത്. ഈ വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന അച്ചടക്കം എന്ന വലിയ ഗുണത്തെപ്പറ്റി നാം എല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ട്. മറ്റെല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അച്ചടക്കത്തിന്റെ അഭാവം കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാവാം ഇന്ന് എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും അച്ചടക്കത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത്. പക്ഷേ ചിലരിൽ അച്ചടക്കം ആവശ്യമില്ലെന്നും അത് അടിമത്തമാണെന്നുള്ള കാഴ്ചപ്പാടുകൾ വളർന്നു വരുന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇത് അച്ചടക്കത്തെ പറ്റിയുള്ള വീക്ഷണത്തിലെ തകരാറുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒന്നുമിണ്ടാതെ അടങ്ങി ഒതുങ്ങി നല്ല പിള്ള ചമഞ്ഞിരിക്കുന്നതാണോ അച്ചടക്കം? ഒരിക്കലുമല്ല. മൗനമോ നിഷ്ക്രിയതയോ ഒന്നുമല്ല അച്ചടക്കത്തിന്റെ അടയാളം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുക എന്നതാണ് അച്ചടക്കത്തിന്റെ അടയാളം. ഇതിൽ നാം 3 കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങൾ എന്നുണ്ട്. അവയെ തരം തിരിച്ച് ചെയ്യേണ്ടത് മാത്രം സ്വീകരിക്കാനുള്ള കഴിവും മനസ്സുമുള്ള ഒരാളെയാണ് അച്ചടക്കമുള്ളയാൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുക. നല്ല കാര്യങ്ങൾ വല്ല വിധത്തിലും ചെയ്ത് അവസാനിപ്പിച്ചാൽ അത് നമ്മെ വിജയത്തിൽ കൊണ്ടെത്തിക്കുകയില്ല. പാഠങ്ങൾ പഠിക്കുക എന്നത് ചെയ്യേണ്ടത് തന്നെ. പക്ഷേ അത് വല്ല വിധത്തിലും ചെയ്ത് അവസാനിപ്പിച്ചാൽ അത് നമ്മെ വിജയത്തിൽ കൊണ്ടെത്തിക്കുകയില്ല. മൂന്നാമത്തെ സംഗതി, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. കളിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ഉറങ്ങേണ്ട സമയത്ത് പഠിക്കുകയും പഠിക്കേണ്ട സമയത്ത് TV കാണുകയും ചെയ്യുന്ന കുട്ടികൾ ഇന്നുണ്ട്. അതിന് സമാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത മുതിർന്ന വ്യക്തികളും ഇന്നുണ്ട്. വാസ്തവം പറഞ്ഞാൽ ഇത് ഇവരുടെ ക്രമം തെറ്റിയ ജീവിത രീതിയാണ്. എവിടെ ക്രമം നഷ്ടപ്പെടുന്നുവോ അവിടെ അക്രമം വിളയാടുമെന്നല്ലോ. ഒരു വ്യക്തിക്ക് സ്വയം അച്ചടക്കമുണ്ടോ എന്ന് മനസ്സിലാക്കാനായുള്ള 3 കാര്യങ്ങളാണ് നാം ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൊച്ചുകുട്ടികളെ മാത്രം ബാധിക്കുന്നതല്ല കേട്ടോ. കവി പറഞ്ഞതുപോലെ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നല്ല പ്രമാണം. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ അവരുടെ ചെറുപ്പകാലങ്ങളിൽ തന്നെ അച്ചടക്കമുള്ളൊരു ജീവിത രീതി സ്വായത്തമാക്കാൻ ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.